വനം വകുപ്പ് വിജ്ഞാപനത്തിനെതിരെ മലയോരത്ത് പ്രതിഷേധം ശക്തമാകുന്നു. എടവണ്ണ താമരശ്ശേരി റേഞ്ചുകൾ അതിർത്തി പങ്കിടുന്ന കണ്ടിലപ്പാറ നായാടംപൊയിൽ ഭാഗത്ത് 35.4433 ഹെക്ടർ സ്ഥലം നിക്ഷിപ്ത വനഭൂമിയാക്കിക്കൊണ്ടുള്ള വനം വകുപ്പിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങി. കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് വനം വകുപ്പിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടുള്ളത്. നായാടംപൊയിൽ കുരിശുമല ഉൾപ്പെടെയുള്ള പ്രദേശമാണിത്. പരിസ്ഥിതി ദുർബല മേഖലയിൽ ഉൾപ്പെടും. എടവണ്ണ താമരശ്ശേരി വനം റേഞ്ചുകൾ ഉൾപ്പെട്ടതുമായ മേഖലയാണ് വനം വകുപ്പ് ഇപ്പോൾ നിക്ഷിപ്ത വനഭൂമിയാക്കി വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്. അകമ്പാടം വില്ലേജിൽ അൺസർവേയിൽപ്പെട്ട 35.4433 ഹെക്ടറും കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി വില്ലേജിലെ 2.7744 ഹെക്ടർ സ്ഥലവും ഉൾപ്പെടെ 38 ഹെക്ടറിലേറെ സ്ഥലമാണ് നിക്ഷിപ്ത വനഭൂമിയായി മാറുക. പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ ആൻഡ് വെസ്റ്റേൺ ചീഫ് കൺസർവേറ്ററാണ് വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്. വിജ്ഞാപനം ഇറങ്ങിയ സാഹചര്യത്തിൽ കുരിശുമല ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം വനം വകുപ്പ് നിരോധിച്ചിട്ടുണ്ട്. പിന്നീട് വനം വകുപ്പ് ഇത് ടൂറിസം കേന്ദ്രമാക്കി മാറ്റും. പുൽമേടുകളും പാറക്കെട്ടുകളും നിറഞ്ഞ പ്രദേശമാണിത്. ഇത്രയേറെ സ്ഥലം നിക്ഷിപ്ത വനഭൂമിയാക്കി വനം വകുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ മേഖലയിൽ വനഭൂമിയുടെ വിസ്തൃതി കൂടിയിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിലാണ് ഈ സ്ഥലം. കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം കൂടിയാണിത്. ഇവിടം ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ വനം വകുപ്പിന് വലിയ വരുമാന മാർഗം കൂടിയാകും. ദുഃഖവെള്ളിയിൽ ഉൾപ്പെടെ ക്രൈസ്തവ വിശ്വാസികൾ പരിഹാര പ്രദക്ഷിണം നടത്തുന്ന കുരിശുമലയിലേക്ക് ഇനി വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ കടക്കാൻ കഴിയില്ല. 1970-കളുടെ തുടക്കം മുതൽ മലയോര കർഷകരും ആദിവാസികളും താമസിച്ചു വരുന്ന പ്രദേശത്തോട് ചേർന്ന ഭാഗമാണിത്. അതിനാൽ തന്നെ 38 ഹെക്ടറിലേറെ സ്ഥലം നിക്ഷിപ്ത വനഭൂമിയായി മാറുമ്പോൾ കർഷകർക്കും ആദിവാസികൾക്കും ഉൾപ്പെടെ ആശങ്ക വർദ്ധിക്കും. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണ്. വനം വകുപ്പിന്റെ നടപടിക്കെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. സ്ഥലം MLA ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെടണമെന്നും ആരുടെയും ഭൂമി നഷ്ടപ്പെടാൻ ഇടയാക്കരുതെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. കുരിശുമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദസഞ്ചാരികളെ കൊണ്ടുപോയിരുന്ന 12 ടാക്സി ജീപ്പുകൾ ഓട്ടം നിർത്തേണ്ട അവസ്ഥയിലാണിപ്പോൾ. നമ്മുടെ കണ്ടിലാപ്പാറ നായാടംപൊയിൽ എന്ന് പറയുന്നത് കുറച്ച് ടൂറിസ്റ്റ് മേഖലയാണ്. നമ്മൾ അങ്ങോട്ടൊക്കെയാണ് ജീവിച്ചു പോകുന്നത്. പിന്നെ ഇപ്പം അത് പെട്ടെന്ന് ഫോറസ്റ്റുകാർ അത് ഫോറസ്റ്റാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് മിച്ചം ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവശ്യത്തിന് വന്യമൃഗങ്ങളുടെ ശല്യവും എല്ലാം ഉണ്ട്. ഇപ്പം ഫോറസ്റ്റാക്കിയ ഇതിൽ ഒരുപാട് കർഷകരുടെ സ്ഥലം അതിൽ പെട്ടുപോയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് പുനഃപരിശോധിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുകൊണ്ടൊക്കെ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ഇതുകൊണ്ടൊക്കെ ജീവിച്ചു പോകുന്നതാണ്. വണ്ടി ഓടിച്ചിട്ടും ഒക്കെ ആയിട്ട് ജീവിച്ചു പോകുന്നതാണ്. അതെല്ലാം ഇപ്പം നിന്ന് കിടക്കുകയാണ്. ഇപ്പോൾ ഫോറസ്റ്റുകാരങ്ങോട്ട് കയറണ്ട, അത് ഫോറസ്റ്റാക്കിയിരിക്കുക എന്നൊക്കെ പറഞ്ഞൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ അത് ബന്ധപ്പെട്ട അധികൃതരൊക്കെ ഒന്ന് പുനഃപരിശോധിക്കണമെന്നാണ് പറയാനുള്ളത്. ഈ ചാനൽ എടവണ്ണ. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20-ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.